എന്താണ് എൻ്റെ ഗീതക്കുട്ടി, നല്ല സന്തോഷത്തിലാണല്ലോ. അവർക്ക് പുറകിൽ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരി എന്ന അച്ചു ചോദിച്ചു. പിന്നെ സന്തോഷമില്ലാതിരിക്കോ? ഇളയപുത്രൻ ലാൻഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലേക്ക് കയറി വന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അച്ചുവിനോട് പറഞ്ഞു. കണ്ണേട്ട എന്തുവായി പറയണേ? അച്ചു, എൻ്റെ അച്ചുകുട്ടിയേ, അമ്മയുടെ പുന്നാരപുത്രൻ ഇന്നലെ രാത്രി ലാൻഡ് ചെയ്തിടി. തിളച്ചു പൊന്തിയ പാല് ഇറക്കി വെക്കുന്ന ഗീതയെ നോക്കിക്കൊണ്ട് കണ്ണൻ എന്ന നിതിൻ പറഞ്ഞു. ആര്? കിച്ചേട്ടനോ? അച്ചു ആകാംക്ഷയോടെ ചോദിച്ചു. അതെ, അവൻ വന്നപ്പോൾ മുതൽ അമ്മയ്ക്ക് നമ്മളെയൊന്നും വേണ്ടടി, കണ്ണൻ പറഞ്ഞു. ആണോ അപ്പച്ചി? അച്ചു തിരിഞ്ഞു നിന്ന് ഗീതയോട് ചോദിച്ചു. ഈ ചെക്കൻ ചുമ്മാതെ പറയുവാ മോളെ, എത്ര നാള് കൂടിയാ എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട്. ഗീതയുടെ കണ്ണ് നിറഞ്ഞു. ദേ തുടങ്ങി കണ്ണീർ പരമ്പര, ഞാൻ പോവുകയാണേ. അച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും സ്കൂട്ടായി. അത് കണ്ട് അച്ചു ചിരിച്ചു. എന്നാ കുടിക്ക്. നിരത്തി വെച്ച കപ്പുകളിൽ നിന്നൊരെണ്ണം എടുത്ത് അതിലേക്ക് പാൽച്ചായ പകർത്തിക്കൊണ്ട് അച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഗീത. കിച്ചേട്ടൻ എപ്പോഴാ വന്നേ അപ്പച്ചി? അച്ചു ചോദിച്ചു. ഇന്നലെ രാത്രി. ഇവിടം അവനത്ര പരിചയമില്ലല്ലോ, അതുകൊണ്ട് രാത്രി അജിത്തിനൊപ്പമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ശരിക്കും ഞെട്ടിപ്പോയി പെട്ടെന്ന് കണ്ടപ്പോൾ. എത്ര നാളായെന്ന് വെച്ചിട്ടാ, ഗീത പരിഭവം പോലെ പറഞ്ഞു. അച്ചു ചായ കുടിച്ചുകൊണ്ട് ഗീത പറയുന്നതെല്ലാം കേട്ടിരുന്നു. മോള് കിച്ചനെ കണ്ടിട്ടില്ലല്ലോ, ചെന്ന് കണ്ടിട്ട് വായോ. ഇന്നാ ഈ ചായ അവന് കൊടുത്തേക്ക്. കയ്യിലെ ചായക്കപ്പ് അവൾക്ക് കൊടുത്തുകൊണ്ട് ഗീത പറഞ്ഞു. അച്ചു കപ്പ് വാങ്ങി ഹാളിലേക്ക് നടന്നു. അവിടെയെങ്ങും ആരെയും കാണാനില്ലെന്ന് കണ്ടതും ഹാളിനോടും ചേർന്നുള്ള മുറിയുടെ സൈഡിലായി കാണുന്ന മുറിയിലേക്ക് അച്ചു നടന്നു. മുറിയിലെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് വാതിലിൽ മുട്ടണോ എന്ന് ഒരു നിമിഷം അച്ചു ആലോചിച്ചു. 1-2 വട്ടം മുട്ടിയെങ്കിലും വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ടതും വാതിൽ നോക്ക് ചെയ്തതും വാതിൽ തുറന്നു. അയ്യേ, ഇത് ചാരിയിട്ടേക്കുമായിരുന്നോ? ആദ്യമേ ഇങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു, അച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ മുറിയിൽ സംഭവിച്ചേ. അച്ചു മുറി മൊത്തം ഒന്ന് നോക്കി. പതുപതുത്ത ബെഡിൽ വെളുത്ത ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ബെഡിലായി 2-3 ഷർട്ട് ചിതറി കിടക്കുന്നു. മേശയിൽ നിറയെ സാധനങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ബ്രാൻഡഡ് പെർഫ്യൂംസ് അടക്കം നിരവധി സാധനങ്ങൾ, പിന്നെ കുറച്ച് ബുക്സും. ചുമരിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഫോട്ടോ ഫ്രെയിംസ് നിറഞ്ഞിട്ടുണ്ട്. അപ്പച്ചിയും അമ്മാവനും 2 മക്കളും, അതായത് കണ്ണേട്ടനും കിച്ചേട്ടനും നിൽക്കുന്ന ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. അതിൽ കണ്ണേട്ടനും കിച്ചേട്ടനും ചെറുപ്പത്തിലായിരുന്ന ഫോട്ടോസാണ്. പിന്നെ കണ്ണേട്ടൻ്റെയും കിച്ചേട്ടൻ്റെയും ചെറുപ്പത്തിലെ ഫോട്ടോസും, പിന്നെ അത്യാവശ്യം വലിയൊരു ഫ്രെയിമും. ഇത്ര ദിവസം ഈ ഫ്രെയിം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതാണല്ലേ അപ്പച്ചിയുടെ കിച്ചുമോൻ. അച്ചു ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. കറുത്ത മുണ്ടും കരിഞ്ചുവപ്പ് ഷർട്ടുമാണ് വേഷം. കഴുത്തിൽ സിൽവറിൻ്റെ ഒരു കട്ടിയുള്ള മാല കിടപ്പുണ്ട്. മാലയ്ക്കറ്റത്തായി കുഞ്ഞൊരു ലോക്കറ്റും, ഗുരുവായൂരപ്പൻ്റെ ചിത്രമുള്ള ലോക്കറ്റ്. വലത് കൈയിൽ സിൽവറിൻ്റെ ഇടിവളയും, ഇടത് കൈയിൽ വാച്ചും. നെറ്റിയിൽ കറുപ്പും ചുവപ്പും ചന്ദനം തൊട്ടിട്ടുണ്ട്. കട്ടിയേറിയ മീശ പിരിച്ച് വലത് കൈ കൊണ്ട് പിടിച്ച്, വലത് കൈ ബുള്ളറ്റിൻ്റെ സീറ്റിൽ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. ചുണ്ടിൽ ആരെയും മയക്കുന്ന പുഞ്ചിരിയും. അച്ചു ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു കുറച്ചു നേരം. എന്തോ ആ ഫോട്ടോയോട് വല്ലാത്തൊരാകർഷണം തോന്നി അച്ചുവിന്. എങ്ങനെയുണ്ട്? പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടതും അതിന് മറുപടിയായി ഫോട്ടോയിലേക്ക് നോക്കി നിന്ന അച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നല്ല രസല്ലേ കണ്ണേട്ടാ, പ്രത്യേകിച്ച് ഈ ചിരി, കുഞ്ഞിക്കുട്ടികളുടെ ചിരി പോലെയില്ലേ? ആ ഫ്രെയിമിലേക്ക് നോക്കി തന്നെ അച്ചു പറഞ്ഞു. പുറകിൽ നിന്ന് ഒരു പ്രതികരണവുമില്ലെന്ന് കണ്ടതും അച്ചു തിരിഞ്ഞു നോക്കി. പുറകിൽ നിൽക്കുന്ന ആളെ കണ്ടതും ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായിരുന്നു അച്ചു. കണ്ണേട്ടനാണെന്ന് വിചാരിച്ച് പറഞ്ഞതെല്ലാം കേട്ടത് കിച്ചേട്ടൻ. അച്ചു കിച്ചുവിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് കയ്യിലെ ചായക്കപ്പ് അവന് നേരെ നീട്ടി. ആരാ? നിനക്കെന്താ എൻ്റെ വീട്ടിലെ കാര്യം? അച്ചുവിൻ്റെ കയ്യിലെ കപ്പും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിച്ചു ചോദിച്ചു. അത് ഞാൻ. അവന് തന്നെ അറിയില്ലെന്നറിഞ്ഞതും എന്താണ് പറയേണ്ടതെന്നറിയാതെ അച്ചു നിന്നു. നിനക്ക് മനസ്സിലായില്ലേടാ ഇവളെ?
മുറിയിലേക്ക് കയറി വന്നുകൊണ്ട് കണ്ണൻ ചോദിച്ചപ്പോഴാണ് അച്ചുവിന് സമാധാനം തോന്നിയത്. കണ്ണന്റെ ചോദ്യം കേട്ടതും അറിയില്ലെന്ന രീതിയിൽ കിച്ചു തലയനക്കി. സതീഷ് ചെറിയച്ഛൻ്റെ മോളാണെടാ. അച്ചുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. മൂത്തതാണോ ഇളയതാണോ? കിച്ചുവിൽ സംശയം നിറഞ്ഞു. ഇളയത് ആര്യ, ഞങ്ങളുടെ അച്ചുട്ടി. മൂത്തത് അഞ്ജലി, അഞ്ജു. അഞ്ജു എന്ന് വീട്ടിൽ വിളിക്കും. കണ്ണൻ കിച്ചുവിന് വിശദീകരിച്ചു കൊടുത്തു. എന്നാ ചായ. കയ്യിലെ ചായക്കപ്പ് കിച്ചുവിന് നേരെ നീട്ടി. കിച്ചു അവളെ നോക്കിക്കൊണ്ട് കപ്പ് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു. കണ്ണേട്ടാ, ഞാൻ അപ്പച്ചിയുടെ അടുത്തേക്ക് പോവാണേ. അച്ചു പറയലും വാതിലിൻ്റെ അവിടേക്ക് നടന്നതും ഒരുമിച്ചായിരുന്നു. വാതിൽ കടന്ന് ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ കിച്ചുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവൾ പോയത്. പാവാണടാ. അവൾ പോകുന്നത് നോക്കി കണ്ണൻ പറഞ്ഞതും കിച്ചു അർത്ഥം വെച്ചൊന്ന് തലയാട്ടി. അപ്പച്ചി, അമ്മാവൻ എവിടെയാ പോയേക്കണേ? അടുക്കള സ്ലാബിൽ കയറിയിരുന്നു കൊണ്ട് അച്ചു ചോദിച്ചു. മാധവേട്ടനെ കാണാൻ പോയേക്കുവാ, ഇപ്പോൾ വരുമായിരിക്കും. ഗീത പറഞ്ഞത് കേട്ടുകൊണ്ടാണ് കണ്ണനും കിച്ചുവും അടുക്കളയിലേക്ക് കയറി വന്നത്. നിന്റെ ചേച്ചി എവിടെ? അച്ചുവിൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു. അവളവിടെ ഫോൺ നോക്കി ഇരിക്കുവാ. ഗീത അരിയാനായി എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് എടുത്ത് കടിച്ചുകൊണ്ട് അച്ചു കണ്ണനോടായി പറഞ്ഞു. എല്ലാം തിന്നു തീർക്കുമോ പെണ്ണെ നീയെ? അച്ചുവിൻ്റെ കൈക്കിട്ടൊരു കൊട്ടുകൊടുത്തുകൊണ്ട് ഗീത പറഞ്ഞു. ഈ അച്ചു ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി. അപ്പച്ചി, പിന്നെ ഉണ്ടല്ലോ ഇന്നലെ ഈ കണ്ണേട്ടൻ. അച്ചു പറയുന്നതൊന്ന് നിർത്തിക്കൊണ്ട് കണ്ണനെ നോക്കി. അച്ചുട്ടാ. ദയനീയമായ കണ്ണൻ്റെ വിളി കേട്ടതും അച്ചു മനസ്സിൽ ചിരിച്ചുകൊണ്ട് കണ്ണനെ നോക്കി. 100ൻ്റെ ഒരു ഡയറി മിൽക്ക്, എന്നാ പറയില്ല. അച്ചു കണ്ണനെ നോക്കി പറഞ്ഞു. കണ്ണൻ ഒന്ന് ആലോചിച്ചുകൊണ്ട് വാങ്ങിത്തരാമെന്ന് സമ്മതിച്ചു. എന്നാ പിന്നെ പറയാം അപ്പച്ചി. ഗീതയുടെ കാതിൽ അച്ചു പതിയെ പറഞ്ഞു. കണ്ണൻ്റെ നോട്ടം കണ്ടതും പറയില്ല എന്ന് കണ്ണടച്ച് കാണിച്ച് ഒരു കുസൃതി ചിരിയും ചിരിച്ച് കയ്യിലെ ക്യാരറ്റ് കടിച്ചു. നേരെ നോക്കിയത് തന്നെ നോക്കി നിൽക്കുന്ന കിച്ചേട്ടനെ. അച്ചു പെട്ടെന്ന് നോട്ടം മാറ്റി. കിച്ചു നോക്കിക്കാണുകയായിരുന്നു അമ്മയുടെ വാക്കുകളിൽ നിന്ന് കേട്ടറിഞ്ഞവളെക്കുറിച്ച്. അമ്മയ്ക്കും അച്ഛനും സ്വന്തം മകളെപ്പോലെ തന്നെ പ്രിയപ്പെട്ടവളെ. കണ്ണൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടറിഞ്ഞ അവൻ്റെ കുഞ്ഞനിയത്തിയെ നോക്കുകയായിരുന്നു കിച്ചു. കിച്ചു, നീ ഇനി പോകുന്നില്ലല്ലോ ബാംഗ്ലൂർക്ക്? ജോലിക്കിടയിൽ ഗീത കിച്ചുവിനോട് ചോദിച്ചു. അറിയില്ലമ്മേ, ഇപ്പോഴൊന്നും ഉണ്ടാവില്ല. കിച്ചു അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലേലും നിന്നെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. നാട്ടിൽ നിന്ന് പോയിട്ട് 5-6 വർഷം കഴിഞ്ഞു. എന്നിട്ടാണ് തെണ്ടി നീ നാട്ടിലേക്ക് വന്നത്. അതും തൃശ്ശൂരിൽ നിന്ന് ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഇത്രയും വർഷമായി. എന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇനി വിടില്ല മോനെ. കണ്ണൻ വിച്ചുവിൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞു. എന്തായാലും കുറച്ചുനാൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കിച്ചു കണ്ണൻ്റെ തോളിലേക്ക് തൻ്റെ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഗീതേ. പുറത്തുനിന്നും മഹാദേവൻ്റെ ശബ്ദം കേട്ടതും അച്ചു പറഞ്ഞു. അമ്മാവനാണെന്ന് തോന്നുന്നു അപ്പച്ചി. അച്ചു പറഞ്ഞതും ഗീത ഉമ്മറത്തേക്ക് നടന്നു. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ പെണ്ണേ? അച്ചുവിനെ നോക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു. കണ്ണേട്ടാ, എപ്പോഴും ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? അച്ചു ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു. അച്ചു എത്രയിലാ പഠിക്കുന്നേ? കിച്ചു അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. SSLC ആണെടാ, എന്നിട്ടാണ് പഠിക്കാതെ നടക്കുന്നേ. കണ്ണൻ പറഞ്ഞത് കേട്ട് അച്ചു അവനെ ദേഷ്യത്തോടെ നോക്കി. അങ്ങനെയൊന്നുമില്ലേ കിച്ചുവേട്ടാ, ഞാൻ പഠിക്കുന്നുണ്ട്. ഈ കണ്ണേട്ടൻ വെറുതെ പറയാ. കിച്ചു നോക്കുന്നത് കണ്ടതും അച്ചു അവനോട് പറഞ്ഞു. നന്നായി പഠിച്ചോട്ടോ, ഉഴപ്പി നടക്കരുത്. എൻ്റെ ദേവി, വന്നതും നിന്നതുമൊക്കെ പഠിപ്പ് മാത്രമേ ഉള്ളൂ. കിച്ചു പറഞ്ഞത് കേട്ട് അവൾ ആത്മഗതിച്ചു. ഉവ്, പഠിപ്പിൻ്റെ കാര്യം റിസൾട്ട് വരട്ടെ, എന്നിട്ടറിയാലോ. കണ്ണൻ വീണ്ടും അവളെ ചൊറിയുന്ന പോലെ പറഞ്ഞു. നോക്കാം. വാശിയോടെ തന്നെ അവളും പറഞ്ഞു. അപ്പോഴേക്കും ഗീതയും മഹാദേവനും അവിടേക്ക് എത്തിയിരുന്നു. അച്ചൂട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? അച്ചുവിനെ കണ്ടതും മഹാദേവൻ തിരക്കി. അമ്മാവാ, എവിടെ പോയതാ? തനിക്കടുത്ത് വന്ന് നിന്ന മഹാദേവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ചു ചോദിച്ചു. മാധവനെ കാണാൻ പോയതാ. എന്നാ ഇനി നോക്കി കണ്ണു കിഴക്കണ്ട. മഹാദേവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ പോക്കറ്റിലേക്ക് നോക്കുന്ന അച്ചുവിന് പോക്കറ്റിൽ നിന്നൊരു 5 സ്റ്റാറിൻ്റെ മിഠായി എടുത്തു കൊടുത്തു. അത് കണ്ട് അവൾ ചിരിച്ച് പാക്ക് പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. അത് കണ്ട് ഗീതയും മഹാദേവനും ചിരിച്ചു. ഇതൊരു ശീലാണടാ, അല്ലേൽ കൊച്ചു ഭദ്രകാളിയാകും. കിച്ചുവിൻ്റെ നോട്ടം കണ്ടതും കണ്ണൻ അവനോട് പതിയെ പറഞ്ഞു. നിനക്ക് ട്യൂഷൻ ഇല്ലേ എന്ന്?
മിഠായി തിന്നുന്ന അവളോട് ഗീത ചോദിച്ചു. 10:30-ക്കാണ്, അച്ചു പറഞ്ഞു. 10:30 ആവാറായല്ലോ അച്ചുട്ടി. കണ്ണൻ ഫോണെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കാണിച്ചതും അച്ചു ഞെട്ടി. ഈശ്വര, അമ്മ ഇന്ന് എന്നെ കൊല്ലും. അതും പറഞ്ഞ് അച്ചു പുറത്തേക്കോടി. വീട്ടിൽ ചെന്നതും അമ്മ ഹാളിൽ ഇരിപ്പുണ്ട്. നീ ഇന്ന് ട്യൂഷന് പോണില്ലേ? അടുത്തേക്ക് വന്നാൽ ഇപ്പോൾ തല്ലി കിട്ടുമെന്ന രീതിയിൽ അമ്മ ചോദിച്ചതും അച്ചു അടുത്തേക്ക് പോകാതെ നീങ്ങി നിന്നു. പോവാ അമ്മേ. വേഗം മുറിയിലേക്ക് കയറി. അല്ലേൽ അമ്മയുടെ വായിലിരിക്കുന്നത് ഇനിയും കേൾക്കേണ്ടി വരുമെന്നറിയാം. ഇട്ടിരുന്ന ചുരിദാർ മാറ്റി ഒരു ബ്ലാക്ക് ചുരിദാർ എടുത്തിട്ടു. അലങ്കോലമായി കിടക്കുന്ന മുടിയൊന്ന് ചുറ്റിക്കെട്ടി ബാഗിൽ പുസ്തകവും എടുത്തു വെച്ച് ഉമ്മറത്തേക്ക് നടന്നു. അമ്മേ, ഞാൻ പോവാണേ. ഹാളിലിരിക്കുന്ന അമ്മയോട് വിളിച്ചു പറഞ്ഞ് ചെരുപ്പും വിട്ട് മെയിൻ റോഡിലേക്ക് നടന്നു. ട്യൂഷൻ വീട് എത്താറായതും ട്യൂഷൻ ക്ലാസ്സിലുള്ള ഒരു കൂട്ടുകാരി ഒപ്പം കൂടി. ഒരുമിച്ച് നടന്ന് ട്യൂഷൻ വീട്ടിലെത്തി. സിറ്റ് ഔട്ടിലായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പേരും +1 പഠിക്കുന്ന ഒരാളുമാണ് ട്യൂഷനുള്ളത്. 10ാം ക്ലാസ്സിൽ അച്ചുവും നീരജയും വർഷയും അനന്യയുമാണ്. +1 അനീറ്റയും. 5 മിനിറ്റ് കഴിഞ്ഞതും സ്നേഹചേച്ചി വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. 4 പേർക്കും ഒരുപോലെ മാത്സ് ടഫ് ആയതുകൊണ്ട് മാത്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 10ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ 4 മാസമായി. ഇന്ന് ലീവായതുകൊണ്ട് തന്നെ ഈ ആഴ്ച എടുത്ത മാത്സ് ചാപ്റ്റേഴ്സ് റിവേഴ്സ് ചെയ്ത് പറഞ്ഞു തന്നു. മനസ്സിലാകുന്നത് വരെ പറഞ്ഞു തന്ന് ഒരു വർക്ക് തങ്ങൾക്ക് തന്നിട്ടാണ് ചേച്ചി അനീറ്റയെ പഠിപ്പിക്കാനിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് സ്നേഹചേച്ചിയുടെ 5 വയസ്സുള്ള മോൻ വന്ന് ശല്യപ്പെടുത്തും. സ്നേഹചേച്ചി ടെററാവുമ്പോൾ കൊച്ചോടി അകത്തേക്ക് പോകും. അന്നത്തെ മാത്സിനോട് അംഗം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേരെയുള്ള വീടിൻ്റെ സൈഡിലുള്ള പറമ്പിൽ കൂടി 2 പേർ ചാടിയിറങ്ങി വന്നത്. അവർ ആരാണെന്ന് കണ്ടതും അച്ചു ഒന്ന് നോക്കി. കിച്ചേട്ടനും കണ്ണേട്ടനും. ഇവരെന്താ ഇവിടെ? ഇവളിവിടെയാണോ ട്യൂഷന് വരുന്നേ? അച്ചു അവിടെ ഇരിക്കുന്നത് കണ്ടതും കിച്ചു കണ്ണനോട് ചോദിച്ചു. അതേടാ. സ്നേഹിച്ചി, അവൾ പഠിക്കുന്നുണ്ടോ? സ്നേഹചേച്ചിയെ നോക്കി വിളിച്ചു കൂവിക്കൊണ്ട് കണ്ണേട്ടൻ ചോദിച്ചതും അച്ചു കണ്ണു കുറിപ്പിച്ച് നോക്കി കണ്ണേട്ടനെ. പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല. സ്നേഹചേച്ചി പറഞ്ഞപ്പോൾ അച്ചുവിന് ആശ്വാസം തോന്നി. കണ്ണേട്ടൻ തന്നെ ആക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പുറകിൽ നടന്ന കിച്ചേട്ടനും അച്ചുവിനെ നോക്കി ചിരിച്ചു. അച്ചുവും വെറുതെ ചിരിച്ചു കാണിച്ചു. അതാരാ കണ്ണൻ്റെ കൂടെ? ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ണേട്ടൻ്റെ കൂടെ കിച്ചേട്ടനെ കണ്ടതും സ്നേഹചേച്ചിയുടെ അമ്മ ചോദിച്ചു. ഒപ്പം അച്ചുവിനെ ഒന്ന് നോക്കി. കണ്ണേട്ടൻ്റെ അനിയനാണ്, ഇന്നലെ രാത്രിയാ വന്നത്, അച്ചു പറഞ്ഞു. ആണോ എന്ന രീതിയിൽ എല്ലാവരും കൂടെ അച്ചുവിനെ നോക്കി. ബാംഗ്ലൂർ അല്ലായിരുന്നോ? സ്നേഹചേച്ചി അച്ചുവിനോട് ചോദിച്ചു. അച്ചു അതേ എന്ന് പറഞ്ഞു. പിന്നെ ആരും ഒന്നും സംസാരിച്ചില്ല. എല്ലാവരും ഇരുന്ന് പഠിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞതും ട്യൂഷൻ നിർത്തി. സാധാരണ 1.5 മണിക്കൂർ ഉണ്ടാവാറുള്ളൂ. ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ടാണ് അരമണിക്കൂർ കൂടുതൽ എടുത്തത്. വീട്ടിലേക്ക് നടക്കുന്ന കൂട്ടത്തിൽ കണ്ടു ആരോടോ സംസാരിച്ച് നിൽക്കുന്ന കണ്ണേട്ടനെയും കിച്ചേട്ടനെയും. കൂടെ ആരോ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ നിന്നില്ല. കണ്ണേട്ടനും ആ ചേട്ടനും സംസാരിക്കുകയാണ്. കിച്ചേട്ടൻ അല്പം മാറി ഫോൺ നോക്കി നിൽക്കുന്നുണ്ട്. കിച്ചേട്ടൻ അച്ചുവിനെ കണ്ടതും നിൽക്കാൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. ഡാ കണ്ണ, ഞാൻ വീട്ടിലേക്ക് പോവാട്ടോ. കിച്ചു കണ്ണൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. കിച്ചു പോകുന്നത് നോക്കി നിന്ന കണ്ണൻ അപ്പോഴാണ് അച്ചുവിനെ കണ്ടത്. അച്ചുവിനെ കാണെ കൈയുയർത്തി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് സംസാരം തുടർന്നു. കിച്ചേട്ടന് ഇവിടെ പരിചയക്കാരില്ലേ? തനിക്കൊപ്പം നടക്കുന്നവനോട് അച്ചു ചോദിച്ചു. ഉണ്ട്, അജിത്തൊക്കെയുണ്ട്, കസിൻസ് അല്ലേ? അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. പിന്നെ ഈ സ്ഥലം ഒന്ന് സെറ്റാക്കി എടുക്കണം, പരിചയമില്ലല്ലോ അധികം. കിച്ചു കൈമുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. കിച്ചേട്ടന് ബാംഗ്ലൂർ എന്തായിരുന്നു പണി? അച്ചു ചോദിച്ചു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കിച്ചു പറഞ്ഞു. ഓ, വലിയ പുള്ളിയാണല്ലോ. അച്ചു പറഞ്ഞതും കിച്ചു ചിരിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ? വീടെത്താറായതും അച്ചു പതിയെ കിച്ചുവിനോട് പറഞ്ഞു. എന്താ പറയ്. സീക്രട്ടാണ്, അച്ചു പതിയെ പറഞ്ഞു. അത് കേട്ടതും കിച്ചു കുനിഞ്ഞ് അവളെ നോക്കി. അത് കിച്ചേട്ടൻ്റെ ചിരി കാണാൻ നല്ല രസമാണ് കേട്ടോ, എസ്പെഷ്യലി ഈ നുണക്കുഴി. അവൻ്റെ കവളിൽ കുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ആണോ? എല്ലാവർക്കും ഇഷ്ടമാ. എന്ത്? കിച്ചു പറഞ്ഞത് മനസ്സിലാവാതെ അച്ചു ചോദിച്ചു. അവനൊന്ന് ചിരിച്ചു. വീടെത്തി, ബാ ഞാനും വരാം. വന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ മോശമല്ലേ? പറയലും ഉമ്മറത്തേക്ക് കയറിയലും ഒന്നിച്ചായിരുന്നു.
അച്ചു ഓടിച്ചെന്ന് കാളിംഗ് ബെല്ലടിച്ചു. 2-3 വട്ടം അടുപ്പിച്ച് ബെല്ലടിച്ചു. നിനക്കിങ്ങ് കയറിപ്പോന്നൂടെ, വെറുതെ ആ സ്വിച്ച് കേടാക്കാനായിട്ട്. അകത്തു നിന്നും അമ്മ പറഞ്ഞത് കേട്ടതും അച്ചു ചമ്മിപ്പോയി. ചമ്മലോടെ കിച്ചുവിനെ നോക്കിയതും അവൻ ചിരിക്കുന്നു. മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും അവൾക്ക് പിന്നാലെ അവനും കയറി. ആ, ആരിത്? കിച്ചുമോനോ? വാ ഇരിക്കി. അവനെ കണ്ടതും അമ്മ സ്നേഹത്തോടെ വിളിച്ചു. എന്തൊരു സ്നേഹം! അച്ചു ആത്മഗതിച്ചുകൊണ്ട് അമ്മയെ നോക്കി. അഞ്ജു, ചായ വെക്കേ. മുറിയിൽ നിന്നും ഇറങ്ങിയ അഞ്ജുവിനോട് അമ്മ പറഞ്ഞു. ചായ വേണ്ട ചെറിയമ്മേ, അമ്മയുടെ വക നല്ല സൽക്കാരമാണ്. കിച്ചു ചിരിയോടെ പറഞ്ഞതും അമ്മയും ചിരിക്കുന്നത് കണ്ട് എന്തിനാ ഇത്രയ്ക്ക് ചിരിക്കാനെന്ന് ആലോചിച്ചുകൊണ്ട് അച്ചു അവിടെ നിന്നു. അഞ്ജു ഇപ്പം എത്രയിലാ? കിച്ചു അച്ചുവിൻ്റെ അടുത്തായി നിൽക്കുന്ന അഞ്ജുവിനോട് ചോദിച്ചു. ഞാൻ +2. ഏത് ബാച്ചാ? കൊമേഴ്സ്. ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, അഞ്ജു പറഞ്ഞു. കിച്ചു അടുത്തടുത്തായി നിൽക്കുന്ന അച്ചുവിനെയും അഞ്ജുവിനെയും ഒന്ന് നോക്കി. കണ്ടാൽ അച്ചുവാണ് മൂത്തത് എന്ന് പറയും. അച്ചു അല്പം തടിച്ചിട്ടാണ്, അഞ്ജു മെലിഞ്ഞതും. ചെറിയച്ഛൻ എവിടെയാ? സതീശേട്ടൻ ജോലിക്ക് പോയേക്കുവാ, അമ്മ പറഞ്ഞു. കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്ന് കിച്ചു പോവാനെന്ന് പറഞ്ഞ് എഴുന്നേറ്റു. വൈകുന്നേരം വെറുതെ ഫോൺ നോക്കിയിരിക്കുകയാണ് അച്ചു. അപ്പോഴാണ് തൊട്ട് നേരെയുള്ള വീട്ടിൻ്റെ ഉമ്മറത്ത് കണ്ണേട്ടനും കിച്ചേട്ടനും ഇരിക്കുന്നത് കണ്ടത്. കണ്ണേട്ടൻ ഫോൺ നോക്കിയിരിക്കുകയാണ്. കിച്ചേട്ടൻ ഏതോ ഒരു ബുക്ക് കയ്യിൽ പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഓഹ്, ബുജ്ജിയാണോ? അച്ചു ആത്മഗതിച്ചുകൊണ്ട് തൻ്റെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോഴാണ് അമ്മ ഉമ്മറത്തേക്ക് വന്നിരുന്നത്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അമ്മയുടെ ചോദ്യം കേട്ടതും അമ്മയെ ഇഷ്ടക്കേടുകൊണ്ട് അച്ചു നോക്കി. കുറച്ചു മുൻപ് വരെ ഞാൻ പഠിക്കായിരുന്നു. അച്ചു അത് പറഞ്ഞതും അമ്മ അവളെ തുറിച്ചു നോക്കി. കുറച്ചു നേരം ഇരുന്നിട്ട് അമ്മ എഴുന്നേറ്റ് പോയി. അപ്പോഴാണ് മണ്ണിട്ട റോഡിൽ കൂടി ഒരു ബൈക്ക് വന്ന് മുന്നിൽ നിന്നത്. ആരാണെന്നറിയാൻ ഫോൺ മാറ്റി അങ്ങോട്ട് നോക്കി. അമ്മേ, ഞാൻ അപ്പച്ചിയുടെ അടുത്തേക്ക് പോവാട്ടോ. അവിടെ വന്നിരിക്കുന്നവരെ കണ്ടതും ഓടിപ്പോയി അമ്മയ്ക്കടുത്ത് ചെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മറുപടി പോലും കേൾക്കാതെ തിരിഞ്ഞോടി. പുറകിൽ അമ്മ എന്തോ പറയുന്നത് കേട്ടിരുന്നു. എങ്കിലും ശ്രദ്ധിക്കാൻ പോയില്ല. നേരെയുള്ള വീട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ പുറത്തുണ്ടായിരുന്നവർ എല്ലാവരും അകത്തേക്ക് കയറിയിരുന്നു. അച്ചു അവിടെയെല്ലാം ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ലച്ചുമ്മോ! ഹാളിലേക്ക് കയറിയതും അവിടെ ഇരിക്കുന്നവരിൽ ഒരാളെ നോക്കിക്കൊണ്ട് അച്ചു വിളിച്ചു. ആ, വാലെത്തിയല്ലോ! ലച്ചു എന്ന ലക്ഷ്മിയുടെ ചേട്ടൻ അജിത്ത് പറഞ്ഞു. കൂടുതൽ കളിയാക്കൽ അജിത്തേട്ടാ. അച്ചു അവൻ്റെ വയറ്റിലിട്ടൊരു കുത്ത് വെച്ച് കൊടുത്തു. അച്ചു ലച്ചുവിൻ്റെ അടുത്തിരുന്നു. ആ, കുറുമ്പിങ് എത്തിയോ? മഹാദേവൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അച്ചുവിനോട് ചോദിച്ചു. ഡാ കിച്ചു, അവന്മാരൊക്കെ നാളെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അജിത്ത് പറഞ്ഞു. ആ, എന്നെ വിളിച്ചിരുന്നു. നാളെ സൺഡേ അല്ലേ, ഇവിടെ കൂടാം, കിച്ചു മറുപടി കൊടുത്തു. അവരവിടെ സംസാരിച്ചിരുന്നതും അച്ചു പതിയെ ലച്ചുവിനെയും കൊണ്ട് അവിടെ നിന്നും മുങ്ങി. നേരെ പൊങ്ങിയത് കണ്ണൻ്റെ മുറിയിലാണ്. എന്താടി? തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന അച്ചുവിനെ നോക്കിക്കൊണ്ട് ലച്ചു ചോദിച്ചു. എടി, അതുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ. അച്ചു തപ്പിത്തടയുന്നത് കണ്ടതും ലച്ചു അവളെ സൂക്ഷിച്ചു നോക്കി. എന്തേടി? ഇന്ന് രാവിലെ ഞാൻ നാണം കെട്ടടി. അങ്ങേരുടെ മുന്നിൽ. ആരുടെ മുന്നിൽ? അത് കിച്ചേട്ടൻ്റെ മുന്നിൽ. എങ്ങനെ? അച്ചു രാവിലെ ചായയും കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയതും നടന്നതുമായ കാര്യങ്ങൾ ലച്ചുവിനോട് വിശദീകരിച്ചു. എൻ്റെ പൊന്നച്ചുവേ, കണ്ണേട്ടനാണെന്ന് വെച്ച് പറഞ്ഞത് കേട്ടത് കിച്ചേട്ടനാണല്ലേ? ലച്ചു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ തലയാട്ടിയത് കണ്ട് അച്ചു ദയനീയമായി അവളെ നോക്കി. ഏയ്, കിച്ചേട്ടൻ പാവാണടി, ലച്ചു പറഞ്ഞു. എന്നാലും ഞാനൊരു വായി നോക്കിയാണെന്ന് കരുതിയിട്ടുണ്ടാവില്ലേ? അച്ചു ടെൻഷനോടെ നഖം കടിച്ചു. അതിന് ചാൻസ് ഇല്ലാതില്ല. പിന്നെ ആളൊരു പാവമായോണ്ട് കുഴപ്പമില്ല, ലച്ചു പറഞ്ഞു. അല്ല, നീ എന്താ കിച്ചേട്ടൻ്റെ ഫോട്ടോ നോക്കി നിന്നേ? അത് പിന്നെ എന്തോ നോക്കി നിൽക്കാൻ തോന്നി. ഒരു പ്രത്യേക അടുപ്പം. എന്താണ് മോളെ, മുറച്ചെറുക്കൻ മനസ്സിൽ കൂടി കയറിയോ? നീ ഇതെന്തോന്നാ പറയുന്നേ? അച്ചു ലച്ചുവിനെ കലിപ്പിച്ചു നോക്കി. കുറച്ചു നേരം കൂടെ കഴിഞ്ഞതും രണ്ടുപേരും ഹാളിലേക്ക് ഇറങ്ങി. നിങ്ങൾ വരുന്നുണ്ടോ നാളെ? അവരെ കണ്ടതും കണ്ണൻ ചോദിച്ചു.
എങ്ങോട്ടാ കണ്ണേട്ടാ? അച്ചു ചോദിച്ചു. ജസ്റ്റ് ഒന്ന് കറങ്ങാൻ. ചിലവ് മൊത്തം ഇവൻ്റെ വക. കണ്ണൻ കിച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആള് ചിരിക്കുന്നുണ്ട്. അച്ചയോട് ചോദിച്ചിട്ട് പറയാം. ചെറിയച്ഛനോട് ഞങ്ങൾ സംസാരിച്ചോളാം, അജിത്ത് പറഞ്ഞു. എന്നാൽ ഞങ്ങളൊക്കെ. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടെ പുറത്തു പോകാൻ പ്ലാൻ ചെയ്തു. ലച്ചുവും അച്ചുവും കണ്ണേട്ടനും കിച്ചേട്ടനും അജിത്തേട്ടനും പിന്നെ അച്ചുവിൻ്റെ ചേച്ചി അഞ്ജുവും. അങ്ങനെ 6 പേരാണ് പോകുന്നത്. അച്ചു ആദ്യം തന്നെ കോ ഡ്രൈവ് സീറ്റിൽ കയറിയിരുന്നു. അത് കണ്ട് ലച്ചു അവളെ നോക്കി പേടിപ്പിച്ചു. ഈ നിന്നെ ഞാൻ ഇവിടെ ഇരുത്തില്ല, ലച്ചു നോക്കി പേടിപ്പിക്കുന്നത് കണ്ട് അച്ചു അവളോട് പറഞ്ഞു. ലച്ചുവും അഞ്ജുവും പുറകിൽ കയറി. സ്ഥാനം പിടിച്ചോലേ? കാറിലേക്ക് കയറാൻ നിന്ന അജിത്ത് കോ ഡ്രൈവ് സീറ്റിലിരിക്കുന്ന അച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ബാക്കിൽ ലച്ചുവിൻ്റെ അടുത്തിരുന്നു. അപ്പോഴേക്കും കണ്ണനും കിച്ചുവും വീടിനുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു. കണ്ണേട്ടൻ്റെ കാർ ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് കണ്ണേട്ടനായിരിക്കുമെന്ന് വിചാരിച്ച അച്ചുവിനെ തെറ്റിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കിച്ചു കയറി. കണ്ണൻ പുറകിലും. അച്ചു തിരിഞ്ഞ് ലച്ചുവിനെ നോക്കിയതും അവൾ ഇരുന്ന് കണ്ണിറക്കുന്നു. അച്ചു മുഖം വെട്ടിച്ച് തിരിഞ്ഞിരുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അടുത്തിരുന്ന കണ്ണനോട് അഞ്ജു ചോദിച്ചു. അതിരപ്പള്ളി. അതിരപ്പള്ളിക്കോ? പോയി മടുത്തതാവിടെ, ലച്ചു ചുണ്ടു പുലർത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ മോൾ ഇവിടെ ഇറങ്ങിക്കോ, ഞങ്ങൾ പോയിട്ട് വരാം, അജിത്ത് പറഞ്ഞതും ലച്ചു അവനെ നോക്കി പേടിപ്പിച്ചു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. അച്ചു ചിരിയോടെ നോക്കിയതും കണ്ടത് പാട്ടിൻ്റെ സിസ്റ്റം ഓൺ ചെയ്യുന്ന കിച്ചുവിനെയാണ്. ഒരു വൈറ്റ് കളർ ഷർട്ടാണ് വേഷം. ഷർട്ടിൻ്റെ ആദ്യത്തെ 2 ബട്ടൺ തുറന്നു കിടക്കുന്നുണ്ട്. അച്ചു വേഗം കണ്ണ് വെട്ടിച്ചു. സിസ്റ്റത്തിൽ നിന്നും ഒരു ഹിന്ദി ലവ് സോങ് പ്ലേ ആയി. അച്ചു, ഇവിടുന്ന് അങ്ങോട്ട് തിരക്കായിരിക്കും, സീറ്റ് ബെൽറ്റ് ഇട്, പുറത്തേക്ക് നോക്കിയിരുന്ന അച്ചുവിനോടായി കിച്ചു പറഞ്ഞു. അച്ചു അവനെ നോക്കിക്കൊണ്ട് സീറ്റ് ബെൽറ്റിലേക്ക് നോക്കി. പിന്നെ അവനെ വീണ്ടും നോക്കി. അവനറിയില്ലല്ലോ കൊച്ചിന് ആ സാധനം ഇടാൻ അറിയില്ലെന്ന്. അച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാ എണ്ണവും ചിരിക്കുന്നു. എന്തോ മനസ്സിലായതുപോലെ കിച്ചു കാർ സൈഡിലാക്കി അവൾക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. അത്രയ്ക്കടുത്ത് അവൻ്റെ മുഖം വന്നതും അച്ചു തലചിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. മുന്നോട്ട് പോകും തോറും പല പാട്ടുകൾ മാറി മാറി പ്ലേ ആയി. ഇതിൽ മലയാളം പാട്ടൊന്നുമില്ലേ? ഫുള്ള് തമിഴും ഹിന്ദിയും ഇംഗ്ലീഷ് സോങ്ങും മാത്രം വരുന്നത് കണ്ടതും അച്ചു ചോദിച്ചു. ഉണ്ട്, പുറകിൽ നിന്നും കണ്ണൻ പറഞ്ഞു. കിച്ചു മലയാളം സോങ് പ്ലേ ചെയ്തു. സിസ്റ്റത്തിൽ നിന്ന് സൺഡേ ഹോളിഡേ മൂവിയിലെ ആദ്യത്തെ സോങ് പ്ലേ ആയി. ഹ, പൊളി. കാറിൽ സോങ് പ്ലേ ആയിട്ടുണ്ട്. പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കാതെയായതും അച്ചു തിരിഞ്ഞു നോക്കി. അഞ്ജു ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്. കണ്ണൻ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ലച്ചു അജിത്തിൻ്റെ തോളിൽ തലവെച്ചിരിക്കുന്നു. അജിത്ത് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കുന്നുമുണ്ട്. ഡ്രീം വേൾഡിൻ്റെ അവിടെ കുറച്ചു പോയി കഴിഞ്ഞതും അല്പം ഇരുട്ട് പോലെ തോന്നുന്ന വഴി. ചുറ്റിനും നിറയെ വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ മരങ്ങൾ, കുന്നുകൾ, വലുതായി നിൽക്കുന്ന മരങ്ങൾ, ചിലത് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. നൈറ്റ് റൈഡിന് പറ്റിയ പ്ലേസ്. കുറച്ചുകൂടെ പോയതും റോഡിൽ അങ്ങിങ്ങായി കുരങ്ങന്മാർ ചാടി നടക്കുന്നു. അത് കണ്ടപ്പോൾ ചിരി വന്നു. തുമ്പൂർ മൊഴി എത്തിയതും അങ്ങോട്ടൊരു നോട്ടം പായിച്ചു. അല്പം തിരക്കുണ്ട്, തിരിച്ചു വരുമ്പോൾ കയറാം. തൻ്റെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു, കിച്ചേട്ടൻ പറഞ്ഞു. അച്ചു പെട്ടെന്ന് അവിടെ നിന്ന് നോട്ടം മാറ്റി. റോഡ് സൈഡിൽ കുഞ്ഞു കുഞ്ഞു കടകൾ കാണാം. രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം തിരക്കുകളില്ല. അതിരപ്പള്ളിക്കടുത്ത് എത്താറായതും പുഴകളും ഒഴുകിയിറങ്ങുന്ന വെള്ളവും കാറിലിരുന്ന് നോക്കിക്കണ്ടു. കിച്ചേട്ടൻ കാറ് ഒതുക്കിയതും എല്ലാവരും ഉണർന്നു. തങ്ങളെ ഒരു സ്ഥലത്തിറക്കിക്കൊണ്ട് കിച്ചേട്ടൻ കാറൊതുക്കി തങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നെ എല്ലാവരും ഒന്നിച്ചു നടന്നു. പാറക്കൂട്ടങ്ങൾക്കടുത്തേക്ക് എത്താറായതും ലച്ചുവും കണ്ണേട്ടനും മുന്നിൽ നടന്നു. അഞ്ജുവും അജിത്തേട്ടനും അവർക്ക് പിന്നിലും, അതിനു പുറകിൽ അച്ചുവും കിച്ചേട്ടനും. തിരക്കുകൾ വന്നു തുടങ്ങുന്നുണ്ട്. കുറച്ചു നേരം പുഴയുടെ അവിടെ നിന്നു. കുറേ ഫോട്ടോസ് എടുത്തു. അതിനുശേഷം വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നു. ഏറ്റവും മുന്നിൽ അച്ചുവും കിച്ചേട്ടനുമാണ് നടക്കുന്നത്. കിച്ചേട്ടൻ ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് വരുന്നേ? കല്ലുകൂട്ടങ്ങൾക്കിടയിൽ കൂടി നടക്കുന്നതിനിടയിൽ അച്ചു ചോദിച്ചു. ഏയ് അല്ല, 2-3 വട്ടം വന്നിട്ടുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സായിട്ട്, ചിരിയോടെ തന്നെ ആളും മറുപടി പറഞ്ഞു. വെള്ളച്ചാട്ടത്തിൻ്റെ അല്പം താഴെയായുള്ള പാറക്കൂട്ടത്തിൽ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും കയറി നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവരെല്ലാം നല്ലോണം നനഞ്ഞിട്ടുമുണ്ട്. താഴേക്ക് പതിഞ്ഞു വീഴുന്ന വെള്ളച്ചാട്ടം
അതിൽ നിന്ന് വെള്ളം തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് പാറയ്ക്ക് മുകളിൽ നിൽക്കുന്നവർ നനഞ്ഞൊട്ടിയിട്ടുണ്ട്. കണ്ണേട്ടനും ലച്ചുവും അതിൻ്റെ മുകളിലേക്ക് കയറി. അഞ്ജുവും അജിത്തേട്ടനും നീങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങൾ കയറുന്നില്ലേ? നീങ്ങി നിൽക്കുന്നവരോട് കിച്ചു ചോദിച്ചു. ഏയ് ഇല്ലടാ, ഇവൾക്ക് പേടിയാ. പിന്നെ ഞാനും കയറുന്നില്ല, ആകെ നനയും, അജിത്ത് പറഞ്ഞു. കിച്ചു അച്ചുവിനെയും കൊണ്ട് പാറയ്ക്ക് മുകളിലേക്ക് കയറി. സത്യത്തിൽ അച്ചുവിന് നല്ല പേടിയുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കാനൊരു മടി. ബാക്കിയുള്ളവർക്കറിയാം, കിച്ചേട്ടൻ അറിയില്ലല്ലോ. അച്ചു ഒരു പേടിത്തൊണ്ടിയാണെന്ന് അങ്ങനെ ഇപ്പോൾ കരുതണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അച്ചു മുകളിലേക്ക് കയറി. പേടിയുണ്ടോ നിനക്ക്? പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് കിച്ചു ചോദിച്ചു. ഏയ് ഇല്ല. അഭിമാനം വിടാൻ പാടില്ലല്ലോ എന്നതുകൊണ്ട് പേടിയില്ല എന്ന് തന്നെ അച്ചു പറഞ്ഞു. പെട്ടെന്ന് കിച്ചു തൻ്റെ കയ്യിൽ പിടിച്ചു. തൻ്റെ കൈയാണേൽ നന്നായി വിറയ്ക്കുന്നുണ്ട്. ലച്ചുവും കണ്ണേട്ടനും സെൽഫി എടുക്കുകയാണ്. രണ്ടുപേരും നന്നായി നനഞ്ഞിട്ടുണ്ട്. അച്ചു വെറുതെ ഫോണെടുത്ത് ഓരോ ഫോട്ടോസ് എടുത്തു. പിന്നെ കിച്ചു ഫോട്ടോസ് എടുക്കുന്നത് നോക്കി നിന്നു. പിന്നെ അവരൊന്നിച്ചൊരു സെൽഫി എടുത്തു. നല്ല ക്ലാരിറ്റി. അച്ചു തൻ്റെ ഫോണിലേക്ക് നോക്കിയതും അച്ചുവിന് തന്നെ ദേഷ്യം വന്നു. ക്ലാരിറ്റിയുമില്ല, ഒന്നുമില്ല. മുകളിൽ നിന്നും വെള്ളം തെറിക്കുന്നത് കണ്ടുകൊണ്ട് അച്ചുവും കിച്ചുവും നന്നായി നനഞ്ഞു. അവരാണേൽ ശരിക്കും വെള്ളം തെറിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് നിന്നത്. കുറച്ചു നേരം കഴിഞ്ഞതും അവിടെ നിന്നും ഇറങ്ങി. കുറേ നേരം അവിടെ ചെലവഴിച്ചു. പോകുന്ന വഴിക്ക് വെള്ളവും ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കഴിച്ചു.